അഞ്ചാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഖുർആനുൽ കരീം വൽ ഹിഫ്ള് എങ്ങനെയാണതുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ഏതൊക്കെ സൂറത്തുകളാണ് ഖുർആൻ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്? ഹിഫ്ളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹിഫ്ള് സൂറത്തുകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും ദിക്റുകൾ ചോദിക്കുമോ? ഇതുപോലത്തെ പല സംശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. ആ സംശയങ്ങളെല്ലാം നീക്കുന്ന രൂപത്തിലുള്ള നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഇത് മുഴുവൻ കാണാതെ നിങ്ങളാരും ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് പോകരുത്. അതിൻ്റെ എല്ലാ ട്രിക്കുകളും മാർക്ക് നേടാനുള്ള വഴികളുമാണ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഖുർആൻ പരീക്ഷയെക്കുറിച്ച് പറയാം. ഖുർആൻ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള ഭാഗമുണ്ട്. 6 ജുസ് വരെയാണ്. ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്നും നമ്മളോട് ഓതാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഏത് ഭാഗത്ത് നിന്നും ഓദിച്ചാലും ഓതിക്കൊടുക്കാൻ പാകത്തിന് ഖുർആൻ നമ്മൾ നല്ല രൂപത്തിൽ വൃത്തിക്ക് പഠിക്കുക. ഓതിക്കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് ലഭിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് അതിന് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. അൽ ഖുർആനുൽ കരീം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തു നിസായിലെ 56, 57 ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ 56, 57 2 ആയത്തുകൾ ഓരോ കുട്ടികളും ഓതിക്കൊടുക്കണം. ഓതിക്കൊടുക്കുമ്പോൾ മാർക്ക് ഇടാൻ ഉസ്താദിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ഈ ചോദ്യപേപ്പർ ഉസ്താദിന് മാത്രമുള്ളതാണ്. അതിലുണ്ടാകും കുട്ടി മഖ്റജ് പരിഗണിക്കുന്നുണ്ടോ എന്ന് നോക്കും. ഓരോ അക്ഷരങ്ങളും പുറപ്പെടേണ്ട യഥാസ്ഥാനങ്ങളുണ്ട്. നമ്മൾ പഠിച്ചതാണ്. ചുണ്ടിൽ നിന്ന്, നാവിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന്, അങ്ങനെ വിവിധങ്ങളായ അക്ഷരങ്ങൾ പുറപ്പെടുന്ന യഥാ മഖ്റജുകളുണ്ട്. ആ മഖ്റജുകളൊക്കെ പാലിച്ചുകൊണ്ടാണോ നമ്മൾ ഓതുന്നതെങ്കിൽ നമുക്ക് 20 മാർക്കാണ്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള ഷദ്ദുള്ള മീമ്, നൂന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും പുറപ്പെടേണ്ട മഖ്റജുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ നോക്കുക, അഹ്കാമുകളാണ്. അതിന് 20 മാർക്ക്. വിധികളാണ്. സാക്കിനായ നൂനിന് ശേഷം അതുപോലെ തന്നെ മീമിന് ശേഷം അക്ഷരങ്ങൾ മാറി വന്നാൽ ഇദ്ഹാർ, ഇദ്ഗാം ബിഉന്ന, ബിലാ ഉന്ന, അതുപോലെ തന്നെ റാ, അതിലെ തഫ്ഹീമ് തർക്കീക്ക്, അല്ലാ എന്ന് പറയുമ്പോഴുള്ള തഫ്ഹീമ് തർക്കീക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിധികൾ നമ്മൾ പഠിച്ചതാണ്. ഇദ്ഗാം ബിഉന്ന, ബിലാ ഉന്ന, ഷദ്ദുള്ള നൂനിനെ മീമിനെ മണിക്കാനുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഓതിക്കൊടുക്കേണ്ടത്. വെറുതെ അങ്ങ് ഓതിക്കൊടുത്താൽ മാർക്ക് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. ശ്രദ്ധിച്ചു കൊണ്ട് മാത്രമേ നമ്മൾ ഓതിക്കൊടുക്കാവൂ. ഇനി അതിൻ്റെ താഴേക്ക് നോക്കൂ, ഹുസ്നു സൗത്ത്, നമ്മുടെ ശബ്ദമാധുര്യത്തിനെ പരിഗണിച്ചിട്ട് 5 മാർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഈണത്തിലും താളത്തിലും തന്നെ ഓതിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇബ്തിദാ, വഖഫ്, അതിന് 5 മാർക്കുണ്ട്. ആരംഭം അതുപോലെ തന്നെ അവസാനം. ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അഊദും ബിസ്മിയൊക്കെ ഓതി വൃത്തിക്ക് ഓത്ത് ആരംഭിക്കുക. ഓതിയിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം അവിടെ വഖഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. വഖഫിൻ്റെ അടയാളങ്ങൾ ഉള്ളിടത്ത് മാത്രം വെക്കുക. ഇനി നമുക്ക് ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് എവിടെയാണോ ഓതി എത്താൻ പറ്റുന്നത് അവിടെ നിർത്തിയിട്ട് അല്പം ബാക്കിൽ നിന്ന് എടുത്ത് വീണ്ടും ഓതുക. ഇതൊക്കെ വഖഫിൻ്റെ ഓത്തിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഓത്ത് നിർത്തുന്ന സമയത്ത് സദഖല്ലാഹുൽ അലിയ്യുൽ അളീം എന്നുള്ളതും പറയുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൽ പറഞ്ഞ പ്രകാരം ഓതിക്കൊടുത്താൽ ഉറപ്പായും നമുക്ക് 50 മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഹിഫ്ള് നമുക്ക് യാസീൻ സൂറത്താണ് വരുന്നത്. യാസീൻ തന്നെ 57 ആയത്തുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 മുതൽ 57 വരെയുള്ള ആയത്തുകൾ എല്ലാ കുട്ടികളും പഠിക്കുക. കാരണം എവിടെ നിന്നാണ് ചോദിക്കുക എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പേപ്പർ ഉസ്താദിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ ഏതാണ് ഓതാൻ ആവശ്യപ്പെടുക എന്ന് തിരിയുകയുള്ളൂ. അതുകൊണ്ട് 57 ആയത്തും ഓരോരുത്തരും ക്ലിയറായി തന്നെ പഠിച്ചു വെക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. ഇനി നമുക്ക് അതിൻ്റെ ചോദ്യത്തിലേക്കൊന്ന് വരാം. ഹിഫ്ളിൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾ കാണുന്നു. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കാം എന്നുള്ളതാണ്. സൂറത്ത് യാസീന് 9, 10, 11 ആയത്തുകൾ പൂർണ്ണമായും ഓതാനാണ്. എളുപ്പമുള്ളതാണ്. 9, 10, 11 ഒക്കെ എല്ലാവർക്കും അറിയുന്ന ആയത്തുകളാണ്. അപ്പോൾ ഇതുപോലെ ഏതാണെന്ന് ഒരിക്കലും നമുക്ക് പറയാം. ചിലപ്പോൾ നല്ല എളുപ്പമായിരിക്കും, ചിലപ്പോൾ 55, 6, 56, 57 ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ക്ലിയറാക്കി തന്നെ വെക്കുക.
ഇനി നിങ്ങൾ നോക്ക്, രണ്ടാമത്തത് അത്തഹിയാത്ത്, തുടക്കം മുതൽ മുഹമ്മദ് റസൂലുള്ള വരെ 20 മാർക്കാണ്. അപ്പോൾ ഉറപ്പായും നമ്മൾ മുൻ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ 4, 2, 3 ക്ലാസ്സുകളിൽ നിന്നൊക്കെ പഠിച്ച ഫിഖിൽ പഠിച്ച ദിക്റുകൾ, ദുആകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. 20 മാർക്കാണ് അതിനിക്ക് നമുക്ക് കണക്കാക്കിയിട്ടുള്ളത്. അത്തഹിയാത്ത് ചോദിച്ചതുകൊണ്ട് ഇനി അത് ചോദിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഇനി നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനും പ്രയാസമായിരിക്കും. ഇപ്പോൾ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കും ചോദിക്കുക. എന്നിരുന്നാലും നിസ്കാരത്തിൻ്റെ എല്ലാ ദിക്റുകളും അതും നമ്മൾ പഠിച്ചു വെക്കുക. ബാക്കി ഇതിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ ദിക്റുകളും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 20 മാർക്കും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട, കഴിഞ്ഞ വർഷങ്ങളിലായി 5ാം ക്ലാസ്സിൻ്റെ ഹിഫ്ള് ഭാഗങ്ങളിൽ ചോദിക്കപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിർബന്ധമായും ഓരോരുത്തരും പഠിച്ചിരിക്കണം. എങ്കിൽ നമുക്ക് ആ 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഹിഫ്ള് ഓതിക്കൊടുക്കുമ്പോഴും ഖുർആനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട്, സാവകാശം, വൃത്തിയിൽ, അക്ഷരശുദ്ധിയോടുകൂടെ മഖ്റജുകളൊക്കെ പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതിക്കൊടുക്കാൻ ഓരോരുത്തരും തയ്യാറാവുക. എങ്കിൽ നമുക്ക് രണ്ടിലും 50ൽ 50 മാർക്ക് നേടി വിജയിക്കാൻ കഴിയും. ഉയർന്ന മാർക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു പേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. അതിലും ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഖുർആൻ ഹിഫ്ള് പരീക്ഷയുണ്ടാവുക. ഇതോടുകൂടെ ഏത് രൂപമാണ് പരീക്ഷ എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പഠനങ്ങൾ ഉണ്ടാവട്ടെ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നമുക്ക് ഇനിയും ചെയ്യണം. അതിനുള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ, താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.